ഹാപ്പിയാണ്? ഹാപ്പി അല്ല, പൂർണ്ണമായിട്ട് ഹാപ്പി അല്ല. എന്നിട്ട് ഇത്രയും കാലമായിട്ടൊരു നല്ലൊരു സ്റ്റേജ് മാന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അവൾക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഇപ്പൊ പോയിരിക്കുക. അവളുടെ കൈ ഒടിഞ്ഞ വെച്ചിട്ടാണ് അവള് നമ്മുടെ നാടകം ഫുള്ള് കണ്ടിന്യൂ ചെയ്തത്. പെർഫോം ചെയ്യുമ്പോൾ ഇപ്പൊ കാർപ്പറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഭയങ്കര സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പൊ അഭിനയിക്കുന്ന കുട്ടികൾക്ക് അതൊരിക്കലും കംഫർട്ടബിൾ അല്ല. അപ്പൊ നമ്മള് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് മെയിനായിട്ട് നമുക്ക് എടുത്തു പറയുന്നത് നാടക മത്സരങ്ങളാണ്. അപ്പോൾ ഒരു നാടക മത്സരത്തിൽ പങ്കെടുത്തതാ ഇവിടെ വന്നിരിക്കുന്ന മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ടീമുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം. ഹലോ. ഹായ് ഹായ്. എങ്ങനെയുണ്ട്? ഏത് സ്കൂൾ ഏതാണ്? തുറവൂർ. നിങ്ങളുടെ മത്സരം കഴിഞ്ഞു. ഇപ്പോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഡിയൻസ് ഒക്കെ എല്ലാ പ്രാവശ്യത്തിനേക്കാളും ഇച്ചിരി അടിപൊളിയായിരുന്നു. ജഡ്ജസ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഹാപ്പിയാണ്? ഹാപ്പി അല്ല, പൂർണ്ണമായിട്ട് ഹാപ്പി അല്ല. എന്താണ് മീൻസ് ഞങ്ങൾക്ക് ഒരു ഇത്രയും കാലം ജില്ല, സബ് ജില്ല, സ്റ്റേറ്റ് ആയി. എന്നിട്ട് ഇത്രയും കാലമായിട്ടൊരു നല്ലൊരു സ്റ്റേജ് മീൻസ് ജില്ലയിലാണ് ഞങ്ങൾക്ക് സ്പേസ് ഇല്ലായിരുന്നു സ്റ്റേജിന്, സബ് ജില്ലയിലും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ ഈ ഓഡിറ്റോറിയം കണ്ടപ്പോൾ ഓക്കെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഞങ്ങൾ പഠിച്ചല്ലേ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. മീൻസ് കാർപ്പറ്റ് ഞങ്ങളുടെ സെറ്റ് എല്ലാവരുടെ, ഞങ്ങളുടെ നാടകത്തിന്റെ മാത്രമല്ല എല്ലാ നാടകക്കാരുടെ സെറ്റ് തെന്നി പോവായിരുന്നു. അതായത് ഞങ്ങൾ ഇത്രയും സെറ്റ് നമ്മൾ ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പല പല ചെറിയ ചെറിയ സെറ്റ് ഞങ്ങളുടെ സിംബോളിക് നാടകമായിരുന്നു. അപ്പൊ സിംബോളിക് ആയതുകൊണ്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ സെറ്റാണ്. അപ്പൊ അത് വെക്കുമ്പോഴത്തേക്കും ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ അതിലോട്ട് ചാടി കയറുന്ന സമയത്ത് അതെന്തായി സ്ലിപ്പായി പോയി. ഞങ്ങളുടെ സെറ്റ് കറക്റ്റ് പൊസിഷൻ അല്ലായിരുന്നു, ഭയങ്കര ഡിസോർഡർ ആയിട്ടായിരുന്നു ഞങ്ങളുടെ സെറ്റ് കിടന്നിരുന്നത്. പിന്നെ ഞാനൊരു ജോക്കറിന്റെ ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അത് ഞാൻ ഒരു പൊയ്ക്കാല് മീൻസ് മനസ്സിലായോ, ഒരു സംഭവത്തിൽ ഒരു കാല് അതിൽ കയറി നടക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഒരുപാട് നാളെടുത്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അതിവിടെ അതിൽ കയറി നിന്നപ്പോ തന്നെ സ്ലിപ്പായി പോവായിരുന്നു. അത് ചെയ്യാൻ അതെ, താഴെ ഒരു കാർപ്പറ്റ്, സാധാരണ എല്ലാ സ്റ്റേജും ഒരു കാർപ്പറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. അറിയിച്ചിരുന്നു. ഞങ്ങള് ആദ്യം ഞങ്ങൾ പറഞ്ഞിരുന്നു, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇത് അറിയിച്ചിരുന്നു, ഞങ്ങൾക്ക് ഒരു കാർപ്പറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരതിനെതിരെ ഒന്നും തന്നെ പ്രതികരിച്ചില്ല. സോ അത് ഇല്ലായിരുന്നുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അത് കയറാൻ പറ്റിയില്ല. പിന്നെ അത് ഞാൻ പുറത്തുനിന്ന് അത് കയറിയിട്ട് വരുന്ന ആ ഒരു സീനാണ്. പക്ഷെ അതെനിക്കത് കയറാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഡയലോഗ് അപ്പം എത്തിച്ചില്ലായിരുന്നെങ്കിൽ നാടകം അവിടെ വെച്ച് സ്റ്റോപ്പായി പോകും. സോ ഞാനത് കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ നടുക്ക് എത്തിയിട്ട് ഒന്ന് കയറി, അങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്തത്. സോ അതൊരു കാർപ്പറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര നല്ലൊരു ഉപകാരമായിരുന്നു. ഇത് കാല് ഞങ്ങൾ NSS ക്യാമ്പിൽ വെച്ചിട്ട് അവിടെയും 2 പേർക്ക് ഇഞ്ചേർഡായി. മീൻസ് 2 പേര്, അതായത് ഒരു മാന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അവൾക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഇപ്പൊ പോയിരിക്കുക. അവളുടെ കൈ ഒടിഞ്ഞ വെച്ചിട്ടാണ് അവള് നമ്മുടെ നാടകം ഫുള്ള് കണ്ടിന്യൂ ചെയ്തത്. ഇന്റെ കാലിന്റെ ലിഗമെന്റ് പോയിട്ടുണ്ട്. മീൻസ് നാടകം ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക്, അതായത് ഇപ്പോഴത്തെ അല്ല നേരത്തെ. അപ്പോഴത്തേക്കും എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ പിന്നണിയായിരുന്ന ദേവനന്ദാണ് 2-3 ദിവസം കൊണ്ട് അവള് പഠിച്ച് നാടകം കയറി ഇത്രയും ഞങ്ങൾക്ക് ചെയ്തത്. അതെ അതെ അതെ, ഇത്രയും സ്ട്രഗിളിലൂടെ ഞങ്ങൾ വന്നത്. പക്ഷെ ഇത്രയും സ്ട്രഗിളിലൂടെ വന്നിട്ടും ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ 6-7 മാസം മീൻസ് രാത്രി തൊട്ട് രാവിലെ വരെ പ്രാക്ടീസ് ആയിരുന്നു. 6 മാസത്തെ പ്രാക്ടീസും ഇവള് 2 മാസം അത്രയും ടൈം എടുത്തിട്ടാണ് ആ പൊയ്ക്കാല് പഠിച്ചത്. അത് സ്റ്റേജ് പോലെ ഒരു വലിയ സ്റ്റേജിൽ ഇത് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയുമ്പോഴത്തേക്കും വളരെ സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ ഇത്രയും വലിയ നല്ല സ്റ്റേജ് ആണ്. ബട്ട് ഒരു കാർപ്പറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ എല്ലാ നാടകക്കാർക്കും അല്ല, അത് അങ്ങനെയാണ്, നാടകത്തില് കാർപ്പറ്റ് വേണം എന്നാണ്. ബട്ട് ഇവിടെ കാർപ്പറ്റ് ഇല്ല, ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും തരാൻ പറ്റില്ല. നമ്മൾ അതിൽ പെർഫോം ചെയ്യുമ്പോൾ ഇപ്പൊ കാർപ്പറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഭയങ്കര സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പൊ അഭിനയിക്കുന്ന കുട്ടികൾക്ക് അതൊരിക്കലും കംഫർട്ടബിൾ അല്ല. കാരണം അവർക്കുള്ളിൽ ഒരു പേടിയുണ്ട്, അവർക്ക് തുറന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാര്യം വീണു പോകുമോ, കാര്യം നാടകമല്ലേ, ഭയങ്കര എക്സ്പോസ് ചെയ്തൊക്കെ ചെയ്യേണ്ടതല്ലേ. പക്ഷെ അവർക്കുള്ളിൽ പേടിയുള്ളതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ ടീമിന് മാത്രമല്ല, ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ള ടീമിനും അത് ബാധിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടോ ഈ ഗ്രേഡിംഗിൽ ഇത് ബാധിക്കുന്നു? ഇല്ല, ഞങ്ങളുടെ ബെസ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്കറിയില്ലല്ലോ ഞങ്ങളുടെ പൊയ്ക്കാലിന്ന് പുറത്തുനിന്നാണ് വരുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. അവർ നോക്കുമ്പോ ഓക്കെ ഇവിടെ വന്ന് കയറുന്നു. നമ്മൾ ഒരിക്കലും ഇവിടെ അതെ നമ്മളത് മാനേജ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പുറത്തോട്ട് അത് അങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. എല്ലാം നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട്. എന്റെ പേര് രാഗേന്ദു. പാർവതി. ദേവനന്ദ. വിഷ്ണു. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇതിൽ എന്ത് ക്യാരക്ടറാണ് ചെയ്തിരുന്നത്? ഞാൻ ആക്റ്റീവ് ആയിരുന്നു, പിന്നണിയായിരുന്നു. ഞാൻ അതില ദുഷ്യന്തൻ, അതായത് രാജ എന്ന ക്യാരക്ടറാണ് ചെയ്തത്. വില്ലനാണ് ഇരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ എന്തായാലും അടിപൊളി. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ദിവസങ്ങളോളം എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടൊരു സംഭവം ഇവർക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവിടുത്തെ പല സിറ്റുവേഷനിലും അങ്ങനെ ആയിപ്പോയി. എന്നിട്ടും അവരത് കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും മിടുക്കികളും മിടുക്കന്മാരുമാണ്. എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു ഗ്രേഡിങ്ങിലേക്ക് എത്തട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.